പോവുക. പുതിയ സ്കൂളൊക്കെ ഇഷ്ടായോ? എന്നെ അറിയോ? ഇല്ല. ഞാനാണ് നിങ്ങളുടെ പുതിയ ക്ലാസ് ടീച്ചർ. എൻ്റെ പേര് സംഗീത. അപ്പോൾ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് നടത്താൻ പോവുകയാണ്. എല്ലാവരുടെ സീറ്റും ഞാനൊന്ന് അറേഞ്ച് ചെയ്യുക. ഒരു പെൺകുട്ടി, അതിനുശേഷം ഒരാൺകുട്ടി, അങ്ങനെ എല്ലാവരും ഇപ്പോൾ ഇരിക്കണം. അതെന്താണ് നീ എങ്ങനെ പറഞ്ഞേ? ക്ലാസ്സില് ഇന്നൊരു പുതിയ കുട്ടി വന്നിട്ടുണ്ട്. ജോലി വരൂ. നല്ല മോഡേൺ ഡ്രസ്സാണല്ലോ. എന്റെ പേര് ജോലി. എന്റെ വീട് കാട്ടുവാടിയിലാണ്. ഞാൻ പഠിച്ചത് വില്ലേജ് സ്കൂളിലാണ്. അവള് ചെയ്യുന്ന ഡ്രസ്സ് നോക്ക്. ഇങ്ങനെയുണ്ടോ പെൺപിള്ളേര്? നമുക്കൊരു നല്ല ഡ്രസ്സ് ഇട്ടൂടെ? അതന്നെ. കലാട്ടക്കാരി അവിടെ നിൽക്കടി. എന്താണ് നീ നാളെ വരുമ്പോ നല്ല ഡ്രസ് ഇട്ടിട്ട് വരണം, മനസ്സിലായോ? അതെന്റെ ഇഷ്ടം. ഞാൻ എങ്ങനെയാണ് ഡ്രസ് നീ ഒരു പെണ്ണാണ്. നീ ആണുങ്ങളോട് കളിക്കാനുള്ളതായിരിക്കില്ല. ഇത് നീ ആരുടെ പറഞ്ഞാൽ നിനക്ക് തന്നെയാണ് നമുക്ക്. അതുകൊണ്ട് മിണ്ടാണ്ട് ക്ലാസ് പോയി ഇരിക്കടി. നമ്മള് പെൺകുട്ടിയാണോ? നമ്മളെ കൊണ്ട് അവരൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു പെണ്ണെ ചിരിക്കണ്ടായിരുന്നു. സന്തോഷമില്ലാത്ത എന്ത് പറയാനാ ടീച്ചറെ? ഇപ്പോഴത്തെ ആൺകുട്ടിയൊക്കെ പെൺകുട്ടികളോടൊരു പുച്ഛാണ്. അവരെ അടുത്തിരിക്കാനോ സംസാരിക്കാനോ അവര് തയ്യാറല്ല. അതൊരു കാര്യം ചെയ്യാൻ ടീച്ചറെ, ഉച്ചയ്ക്ക് എല്ലാ കുട്ടികളെയും വിളിച്ച് അവരോടൊന്ന് സംസാരിക്കാം. അതാണ് നല്ലത് ടീച്ചർ. എല്ലാവരും കമ്പ്യൂട്ടർ ക്ലാസ്സിലേക്ക് പോകാം. പ്രിൻസിപ്പൾ വിളിക്കുന്നുണ്ട്. ഞാൻ വിളിച്ചത് വേറെ ഒന്നുമല്ല. നിങ്ങൾ ആരെങ്കിലും സ്ത്രീകളെ ബഹുമാനിക്കാറുണ്ടോ? ഇല്ലാന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചത്. അവിടെ ഇരിക്കെ, ഇത് കേട്ടിട്ട് പോയാൽ മതി എല്ലാവരും. സമൂഹത്തിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്നവളാണ്. അമ്മയായ നിന്റെ വേഷം ആളുകളെ തിളങ്ങുന്നവരാണ് സ്ത്രീകൾ. Let us not forget that the world.
നീ എന്താ മൂട്? ഏത് മൂട്? വീട്ടിൽ പോകുന്ന മൂട്. വാ പോവാ. അന്ന് അമ്മാരെന്താ വരുന്നേ? നീ എന്തിനാ എന്റെ പെണ്ണിനെ ശല്യപ്പെടുത്തുന്നേ? നിന്റെ പെണ്ണാന്ന് ആരറിഞ്ഞ്? നീ ഒതുങ്ങിക്കോ, അതാ നിനക്ക് നല്ലത്. ഞാൻ ഒതുങ്ങണോ വേണ്ടോ ഞാൻ തീരുമാനിക്കും. അത് ഭരിക്കാൻ ആരും വരണ്ട. ഞങ്ങളിപ്പോ 4 ആൾക്കാർ, ഞങ്ങൾ 3 ആൾക്കാരുള്ളൂ. നോക്കി കണ്ട് വർത്താനം പറഞ്ഞേ. புத்தியுள்ள மனிதனெல்லாம் வெற்றி காண்பதில்லை வெற்றி பெற்ற மனிதனெல்லாம் புத்திசாலி இல்லை புத்தியுள்ள மனிதனெல்லாம் வெற்றி காண்பதில்லை வெற்றி பெற்ற மனிதனெல்லாம் புத்திசாலி இல்லை புத்திசாலி இல்லை ലക്ഷ്മി അത് നോക്ക്, നിഹാലിനെ അമ്മ തല്ലുന്നു. അവന് കിട്ടട്ടെ. അത് നമുക്ക് വീട് നമുക്ക് പോയി നോക്കാം. വേണ്ട, നീ ഇത് പിടിക്ക്. വേണ്ട, പോവണ്ട. എടി. ഞാനൊന്നുമില്ലടാ, ഞാൻ ഒന്നുമില്ല, പോട്ടെ. നീ എന്താടി ഇവിടെ? പൊക്കോ പൊക്കോ. അവരെയും കൂടെ വിട്, എന്നാ പോവാ. അതൊന്നും പറ്റൂല, വീട്ടിൽ ഞാൻ നിന്നോട് ഇത്രക്കൊക്കെ ചെയ്തിട്ട് നീ എന്തിനാ എന്നെ